നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കൊലപാതകവും വധശ്രമവും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായി 22 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളിയെ കണ്ണൂർ സിറ്റി പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടി. അറസ്റ്റിലായത് കണ്ണൂർ താവക്കര വലിയ വളപ്പ് കാവിനടുത്ത് രാകേഷ്. ഗോഡൌണിൽ മാസങ്ങളായി കെട്ടിക്കിടക്കുന്ന അരി വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മാഹി സിവിൽ സപ്ലൈസ് സൂപ്രണ്ടിനെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. ഉപരോധം മാഹി മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലിക്കണ്ടി NAM കോളേജിൽ MSF പ്രവർത്തകർ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ മാനേജ്മെന്റ് കർശന നടപടിക്ക്. വിദ്യാർത്ഥികൾക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും. കേന്ദ്ര ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. ചിറക്കക്കാവ്, പൊന്നിത്തങ്കം കളരി കേന്ദ്രം, നെടുമ്പ്രം മുത്തപ്പൻ ക്ഷേത്രം, തെയ്യം അക്കാദമി എന്നീ സ്ഥലങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊലപാതകവും വധശ്രമവും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായി 22 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളിയെ കണ്ണൂർ സിറ്റി പോലീസ് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ താവക്കര വലിയ വളപ്പ് കാവിനടുത്ത് താമസിച്ചിരുന്ന രാകേഷാണ് പിടിയിലായത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലാണ് രാകേഷ് പ്രതിയായിരുന്നത്. 2001 കണ്ണൂരിനെ നടുക്കിയ കൊമ്പ്ര പ്രദീപൻ വധക്കേസ്, 2004 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന രവീന്ദ്രന്റെ കൊലപാതകം, യോഗാനന്ദനെ വധിക്കാൻ ശ്രമിച്ച കേസ് എന്നിവയിലെ പിടികിട്ടാപ്പുള്ളിയാണ് അറസ്റ്റിലായ രാകേഷ്. ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് കോടതി ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം നാർക്കോട്ടിക് സെൽ ACP VV മനോജിന്റെയും കണ്ണൂർ ACP MP ആസാദിന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ കണ്ടെത്തിയത്. പ്രതിയുടെ ജന്മനാട്ടിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ നേരത്തെ ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്നതായി വിവരം ലഭിച്ചത്. പഴയ സുഹൃത്തിൽ നിന്ന് ലഭിച്ച അവ്യക്തമായ ഫോട്ടോയും അന്വേഷണത്തിൽ നിർണായകമായി. പോലീസ് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ഫോട്ടോ കൂടുതൽ വ്യക്തതയോടെ തയ്യാറാക്കി നടത്തിയ അന്വേഷണത്തിലാണ് ബംഗളൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. തുടർന്ന് ബംഗളൂരിൽ നടത്തിയ അന്വേഷണത്തിൽ രാകേഷ് എന്ന പേരുള്ള കണ്ണൂരുകാരനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയപ്പോൾ ബംഗളൂരുവിനടുത്തുള്ള തർബനഹള്ളി എന്ന പ്രദേശത്ത് മറ്റൊരു പേരിൽ ഇയാൾ താമസിക്കുന്നതായി കണ്ടെത്തി. സാബു എന്ന പേരിലാണ് ഇയാൾ ഇവിടെ അറിയപ്പെട്ടിരുന്നത്. തൃശൂർ സ്വദേശിനിയായ സ്ത്രീയെ വിവാഹം കഴിച്ച് ഏകദേശം 20 വർഷമായി കുടുംബസമേതം താമസിച്ചു വരികയായിരുന്നു. കാറ്ററിംഗ് ജോലിയാണ് ചെയ്തിരുന്നത്. ജോലി കഴിഞ്ഞാൽ അധിക സമയവും വീട്ടിൽ തന്നെ കഴിയുന്നതിനാൽ നാട്ടുകാർക്ക് ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലായിരുന്നു. തർബനഹള്ളി കേന്ദ്രീകരിച്ച് ഒരാഴ്ചയോളം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ നിരവധി വീടുകൾക്കിടയിൽ രാകേഷ് താമസിച്ചിരുന്ന വീട് കണ്ടെത്തുകയായിരുന്നു. അർദ്ധരാത്രിയോടെ പ്രത്യേക അന്വേഷണ സംഘം വീട് വളഞ്ഞ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് സംഘത്തെ പ്രതിരോധിക്കാൻ വീട്ടിൽ വളർത്തിയിരുന്ന നായയെ ഉപയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സംഘം സാഹസികമായി പ്രതിയെ പിടികൂടി. ഗോഡൌണിൽ മാസങ്ങളായി കെട്ടിക്കിടക്കുന്ന അരി വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മാഹി സിവിൽ സപ്ലൈസ് സൂപ്രണ്ടിനെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. മേഖലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ബുധനാഴ്ച മുതൽ അരി വിതരണം ചെയ്യാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ 2 മാസങ്ങളായി ഗോഡൌണിലെത്തിയ അരി ആഗസ്റ്റ് 16-നുള്ളിൽ വിതരണം ചെയ്യുമെന്ന് അധികാരികൾ നേരത്തെ ഉറപ്പു നൽകിയിരുന്നെങ്കിലും സാങ്കേതിക തകരാറുകൾ പറഞ്ഞ് വിതരണം വൈകിപ്പിക്കുകയായിരുന്നു. അടിയന്തരമായി അരി വിതരണം ചെയ്യാനുള്ള ഉത്തരവ് ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ ആറയായിട്ട് ബന്ധപ്പെടാം, ഞാൻ പോണ്ടിച്ചേരിയായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാൻ ശ്രമിക്കാം എത്രയും പെട്ടെന്നൊന്നും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിത് എപ്പോൾ കൊടുക്കുന്നത് തീരുമാനം പറയാം.
പക്ഷെ അരി മാഹിയിലെത്തിയിട്ട് ആ അരിയാണ് വിതരണം ചെയ്യുന്നത്. അത് കൊടുക്കുമെന്ന് പറഞ്ഞ ഡേറ്റും കഴിഞ്ഞിട്ടാണ് നമ്മൾ സമരം. രണ്ടാമത്തെ പ്രവേശനമാണ് നമ്മൾ. തുടർന്ന് RI ഇൻചാർജ് ഡോക്ടർ ഇസ്ഹാഖ് സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ ബുധനാഴ്ച തന്നെ മാഹി മേഖലയിൽ അരി വിതരണം ആരംഭിക്കാമെന്ന് ഉറപ്പു നൽകി. ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് മേഖല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ആ സമരത്തെ ഇവർ പോണ്ടിച്ചേരിയിൽ ഈ സമയം വരെ അവർ വിളിച്ചിട്ട് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വ്യക്തമായൊരു മറുപടി ഇതിന്റെ ഉത്തരവാദപ്പെട്ട ഡയറക്ടർ അടക്കം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ മയ്യടിക്കാരൻ എത്രമാത്രം താല്പര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മയ്യടിക്കാരൻ തികച്ചും ഒരു കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് ഈ സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നതാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ ജനപ്രതിനിധിയുടെ അഭിപ്രായം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ജനപ്രതിനിധി ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല എന്നുള്ള പോലും നമുക്ക് തോന്നിപ്പോകുകയാണ്. സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. മോഹനൻ, വൈസ് പ്രസിഡന്റ് PP. വിനോദൻ, പുതുച്ചേരി സംസ്ഥാന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സത്യൻ കേളോത്ത്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി K. ഹരീന്ദ്രൻ, ശ്യാംജിത്ത് പാറക്കൽ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് KP. രജിലേഷ്, സെക്രട്ടറി അജയൻ പൂഴിയിൽ, ജിജേഷ് കുമാർ ചാമേരി, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സർഫാസ്, സംസ്ഥാന മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആശാലത, മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അൻസിൽ അരവിന്ദ്, മജീദ്, VT ഷംസുദ്ദീൻ, KT ഷജിൻ, ജിതേഷ് വാഴയിൽ, KM പവിത്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കല്ലിക്കണ്ടി NIM കോളേജിൽ MSF പ്രവർത്തകർ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ മാനേജ്മെന്റ് കർശന നടപടികൾ. വിദ്യാർത്ഥികൾക്കെതിരെ കൂടുതൽ നടപടികളുണ്ടാകും. തിങ്കളാഴ്ചയാണ് കോളേജ് യൂണിയൻ ചെയർമാന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉപരോധിച്ച MSF പ്രവർത്തകർ പ്രിൻസിപ്പലിനെ തള്ളുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ AP ഷമീർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഓണാഘോഷത്തിന് മുന്നോടിയായി കല്ലിക്കണ്ടി NIM കോളേജിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ഡാനിഷിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് MSF യൂണിറ്റ് ചെയർമാൻ മുഹമ്മദ് പനോളിൻ്റെയും സെക്രട്ടറി സിനാൻ്റെയും നേതൃത്വത്തിൽ 50ഓളം MSF പ്രവർത്തകർ രാവിലെ ക്യാബിനിലെത്തി പ്രിൻസിപ്പൽ ഡോക്ടർ AP ഷമീറിനെ ഉപരോധിക്കുകയായിരുന്നു. പ്രശ്നം പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയില്ല. തുടർന്ന് പുറത്തേക്ക് പോകുന്നതിനിടെയാണ് പ്രിൻസിപ്പലിന് നേരെ കയ്യേറ്റമുണ്ടായത്. പ്രിൻസിപ്പലിനെ തള്ളുകയും ഷർട്ടിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു. തിരിച്ചറിയൽ കാർഡും പിടിച്ചു വലിച്ചു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പ്രിൻസിപ്പൽ പാനൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഘർഷത്തെ തുടർന്ന് കോളേജിൽ അധ്യയനം മുടങ്ങി. ചൊവ്വാഴ്ചയും കോളേജിന് അവധിയായിരുന്നു. ഓണാഘോഷത്തിന് മുന്നോടിയായി നടത്തിയ ക്ലാസ് തല ക്യാമ്പയിനിൽ അധ്യാപകനുമായുണ്ടായ തർക്കമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ക്ലാസ് സമയത്ത് ക്യാമ്പയിൻ പറ്റില്ലെന്ന് പറഞ്ഞ അധ്യാപകനെ അവഹേളിച്ചതായ പരാതിയെ തുടർന്നാണ് മാനേജ്മെൻറ്റിൻ്റെ നിലപാട്. തുടർന്നാണ് ചെയർമാനെ സസ്പെൻഡ് ചെയ്തത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി 2 ദിവസങ്ങളിലാണ് ഓണാഘോഷം നടത്താൻ തീരുമാനിച്ചിരുന്നത്. ചെയർമാനെതിരെ കൃത്യമായ അന്വേഷണം നടത്തിയാണ് നടപടി സ്വീകരിച്ചതെന്ന് അധ്യാപകരും മാനേജ്മെൻറ്റ് പറയുന്നു. കോളേജിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് പ്രശ്നത്തെ കൊണ്ടുപോയ വിദ്യാർത്ഥികൾക്കെതിരെ കൂടുതൽ നടപടികളുണ്ടാകും. കേന്ദ്ര ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. ചെറുക്കക്കാവ് പൊന്നത്തങ്കം കളരി കേന്ദ്രം, നെടുമ്പ്രം മുത്തപ്പൻ ക്ഷേത്രം, തെയ്യം അക്കാദമി എന്നിവിടങ്ങളിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തിയത്. ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. സത്യൻ, ഡയറക്ടർമാരായ രാജീവൻ മാടപ്പിടിക, TC ദിലീപൻ, സ്വാമി പ്രേമാനന്ദ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു.
Thanks. ഏരിയാസും അതിൻ്റെ ലൗഞ്ചും ഓഫീസ് സ്പേസസും ആണ് പിന്നെ കിച്ചൺ ഇവിടെ കാണുന്നത് ആ ഒരു ചെറിയ ചേഞ്ച് അമ്പലത്തിലെ വേസ്റ്റും നമുക്ക് അതിനകത്ത് How much money you have in your account now? analysis and assessment of how the work is progressing, how they are going to complete by December. നിർമ്മാണ പുരോഗതി ഉദ്യോഗസ്ഥരുമായും കരാർ കമ്പനി പ്രതിനിധികളുമായും മന്ത്രി ചർച്ച ചെയ്തു. സെൻട്രലിലെ സൗകര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ആരാഞ്ഞു. 4,95,00,000 രൂപ ചെലവഴിച്ച് 45 സെന്റ് സ്ഥലത്താണ് വിശ്രമ കേന്ദ്രത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. ചിറക്കക്കാവ്, പൊന്നിത്തങ്കം കളരി കേന്ദ്രം, നെടുമ്പ്രം മുത്തപ്പൻ ക്ഷേത്രം, തെയ്യം അക്കാദമി എന്നിവിടങ്ങളിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. കതിരൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ പഴയ വാഹനങ്ങളുടെ കൂമ്പാരം ഒഴിവാക്കി വൃത്തിയും വെടിപ്പുമുള്ള അന്തരീക്ഷമൊരുക്കി. സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി. കതിരൂർ പോലീസ് സ്റ്റേഷന് ഇപ്പോൾ പുതിയ മുഖഭാവമാണ്. ഞങ്ങളുടെ പ്രതിനിധി KP ഷീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വർഷങ്ങളായി അലക്ഷ്യമായി കിടന്നിരുന്ന പഴയ വാഹനങ്ങളാണ് കതിരൂർ പോലീസ് നീക്കം ചെയ്തത്. സ്റ്റേഷൻ വളപ്പിലെ പഴയ വാഹനങ്ങൾ മാറ്റി പരിസരം വൃത്തിയാക്കണമെന്ന ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ നടപടി. പുതിയ സർക്കാർ ചുമതലയേറ്റതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഈ നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശമാണ് കതിരൂർ പോലീസ് വളരെ വേഗത്തിൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയത്. സ്റ്റേഷൻ വളപ്പിൽ ഉണ്ടായിരുന്നത് 78 വാഹനങ്ങളായിരുന്നു. ഇതിൽ 55 വാഹനങ്ങളുടെ ഉടമസ്ഥരെ കണ്ടെത്തി വാഹനങ്ങൾ തിരിച്ചേൽപ്പിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളാണ് ഇതിൽ കൂടുതലും ഉണ്ടായിരുന്നത്. കോടതി നിർദ്ദേശപ്രകാരവും വാഹനങ്ങൾ ഉടമകൾക്ക് വിട്ടു നൽകി. ഇനി 23 വാഹനങ്ങളാണ് നീക്കം ചെയ്യാനുള്ളതെന്ന് കതിരൂർ സ്റ്റേഷൻ ഓഫീസർ ജിഷ്ണുരാജ് പറഞ്ഞു. അതും വളരെ വേഗത്തിൽ നീക്കം ചെയ്യാനുള്ള നടപടി ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ്. നിലവിൽ കണ്ണൂർ ജില്ലയിൽ, അതായത് കണ്ണൂർ സിറ്റിയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വെഹിക്കിൾ ഡിസ്പോസൽ നടന്നത് നമ്മുടെ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അപ്പം ആദ്യം ഇത്രത്തോളം വെഹിക്കിൾ നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് കണ്ണൂർ CP സാറ് നമുക്ക് തന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ വാഹനങ്ങൾ നമ്മൾ ഓരോ പോലീസുകാർക്ക് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തു. 4 വെഹിക്കിൾ വെച്ച് നമുക്ക് സ്റ്റേഷനിലുള്ള മൊത്തം സ്ട്രെങ്ത്തിൽ ഇത്ര ആൾക്കാർ വെച്ച് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് അവർ വണ്ടിയുടെ RC ഓണറെ കണ്ടെത്തി. അപ്പം RC ഓണർ ഇല്ലാത്ത വെഹിക്കിൾ അഡ്രസ്സ് നമ്മൾ തപ്പിയെടുത്തു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു ഓരോ വെഹിക്കിളിൻ്റെ ഓണറെ നമ്മൾ തപ്പിപ്പിടിച്ചെടുത്തു. അങ്ങനെയാണ് നമ്മൾ നിലവിൽ ഇത്രയും വെഹിക്കിൾ ചുരുങ്ങി നമ്മൾ 22ഓളം വെഹിക്കിളിലേക്ക് നമ്മൾ നിലവിലെത്തിയത്. 5 വാഹനങ്ങൾക്ക് ഉടമസ്ഥരില്ലാത്ത അവസ്ഥയാണ്. തീരെ ഉപയോഗയോഗ്യമല്ലാത്ത വാഹനങ്ങൾ ഉടമസ്ഥരുടെ സാന്നിധ്യത്തിൽ സ്റ്റേഷൻ വളപ്പിൽ വെച്ച് തന്നെ പൊളിച്ചു വിൽക്കുന്നതിനുള്ള സൗകര്യവും കതിരൂർ പോലീസ് ഒരുക്കിയിരുന്നു. പഴയ വാഹനങ്ങൾ നീക്കം ചെയ്തതോടെ സ്റ്റേഷൻ വളപ്പിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ പരിസരത്ത് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും നടപ്പാക്കി വരികയാണ്. വൃത്തിയും വെടിപ്പുമുള്ള അന്തരീക്ഷമാണിപ്പോൾ കതിരൂർ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ വളപ്പിലെ പഴയ വാഹനങ്ങൾ നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കി മനോഹരമായ ഒരു പുതുമുഖം കൈവരിച്ചിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം കതിരൂർ പോലീസ് സ്റ്റേഷൻ. കതിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ മനീഷിനൊപ്പം KP ഷീജിത്ത്. ഓണത്തിന് പൂക്കളോടൊപ്പം മാവേലിയുമൊത്ത് സെൽഫിയെടുക്കാൻ അവസരമൊരുക്കി തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക്. ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ ഒരുക്കിയ സെൽഫി പോയിന്റ് കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓണത്തെ വരവേൽക്കാൻ പൂക്കളുടെ നിറച്ചാർത്തൊരുക്കി തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക്. ബാങ്കിന്റെ തലശ്ശേരി ഹെഡ് ഓഫീസിലെ മട്ടുപ്പാവിൽ തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയും വാടാർമല്ലിയുമാണ് സെൽഫി പോയിന്റിന് അലങ്കാരമായത്. 2 മാസം മുൻപ് പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഷെർലിയുടെ നേതൃത്വത്തിൽ 300 ചെടിച്ചട്ടികളിലായിരുന്നു പൂക്കൃഷിക്ക് തുടക്കമിട്ടത്. ബാങ്കിന്റെ ഹെഡ് ഓഫീസിലെയും വിവിധ ബ്രാഞ്ചുകളിലെയും ജീവനക്കാരാണ് കൃഷിയുടെ പരിപാലനം നടത്തിയത്. മട്ടുപ്പാവിലൊരുക്കിയ പൂക്കളുടെ ഭംഗി പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ആസ്വദിക്കാനാകാത്ത സാഹചര്യത്തിലാണ് പൂച്ചെടികൾ താഴെയെത്തിച്ച് സെൽഫി പോയിന്റ് ഒരുക്കിയത്.
ഓണക്കാലത്ത് പൂക്കൾക്കൊപ്പം മാവേലിയോടൊപ്പവും സെൽഫി എടുക്കാനും പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനും ഇനി അവസരമുണ്ട്. കാരായി രാജൻ MLA സെൽഫി പോയിന്റ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ചിന്തയുടെയും സാഹിത്യ ചിന്തയുടെയും എല്ലാ മേഖലകളിലും കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സംസ്കാരം എന്ന് പറയുന്നത് സാഹിത്യവും കലയും കവിതയും നാടകവും സിനിമയും ചിത്രമെഴുത്തും മാത്രമല്ലെന്നും അതാരംഭിച്ചത് കാർഷിക പ്രവൃത്തിയിൽ നിന്നാണ് എന്നുമുള്ളതിൻ്റെ അതിൻ്റെ ചരിത്രപരമായ അർത്ഥമാണ് അഗ്രികൾച്ചർ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. തീർച്ചയായിട്ടും തലശ്ശേരി കാർഷിക വികസന ബാങ്കിന് ഇതുപോലുള്ള നൂതനങ്ങളായ പരിപാടികൾ ആവിഷ്കരിക്കാൻ ഇനി അങ്ങോട്ടും സാധിക്കട്ടെ എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരുപാട് കാർഷിക പ്രവൃത്തികളിലേക്ക് പ്രോത്സാഹനജനകമായ വ്യത്യസ്ത പദ്ധതികൾ നടപ്പിലാക്കാൻ ഭരണസമിതിക്കും കൂടെ ജീവനക്കാർക്കും സാധിക്കുമ്പോഴാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തനം കൂടുതൽ ജനകീയമാകുന്നത്, അത് ഏറെ പ്രസക്തമായി തീരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങളും ജീവനക്കാരും ഭരണസമിതിയും പ്രത്യേകിച്ച് കൃഷിക്കാരുമായുള്ള സുദൃഢമായ ബന്ധം കാത്തുസൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് വരാൻ സാധിക്കുക. ബാങ്ക് പ്രസിഡന്റ് A. അശോകൻ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രമ്യ ഭായ്, കേരള സംസ്ഥാന കാർഷിക വികസന ബാങ്ക് റീജിയണൽ മാനേജർ ജിതിൻ ലാൽ, ബാങ്ക് വൈസ് പ്രസിഡന്റ് P. ശ്രീധരൻ, സെയിൽസ് ഓഫീസർ A. മനോജ്, അഗ്രികൾച്ചറൽ ഓഫീസർ സാന്ദ്ര രവീന്ദ്രൻ, K. വിനോദൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി PV ജയൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി CK രാജേഷ് നന്ദിയും പറഞ്ഞു. ജൈവ കൃഷിയിലൂടെ വിളയിച്ച പൂക്കളെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഓണക്കാലത്തിന് കൂടുതൽ നിറവും സൗന്ദര്യവും പകരുകയാണ് തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിൻ്റെ ഈ സെൽഫി പോയിന്റ്. തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സിലെ 1996-98 ബാച്ച് പൂർവ്വ ചിത്രകലാ വിദ്യാർത്ഥികൾ ഒരുക്കിയ നമ്മളോണം എന്ന മ്യൂസിക്കൽ വീഡിയോ പ്രകാശനം ചെയ്തു. ചിത്രകലാ അധ്യാപകരും ആർട്ടിസ്റ്റുമായ A. സത്യനാഥാണ് പ്രകാശനം നിർവഹിച്ചത്. തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സിലെ 1996-98 ബാച്ച് പൂർവ്വ ചിത്രകലാ വിദ്യാർത്ഥികളാണ് നമ്മളോണം എന്ന പേരിൽ മ്യൂസിക്കൽ വീഡിയോ ആൽബം തയ്യാറാക്കിയത്. ചിത്രകലാധ്യാപകനും ആർട്ടിസ്റ്റുമായ A. സത്യനാഥ് പ്രകാശന കർമ്മം നിർവഹിച്ചു. തീർച്ചയായും ഓണം എന്നുള്ളത് മലയാളിയുടെ ഒരു ആഘോഷം തന്നെയാണ്. അത് എവിടെയായിരുന്നാലും മലയാളി എവിടെയായിരുന്നാലും വളരെ മതിമറന്ന് ആഘോഷിക്കുന്ന ഒരാഘോഷമാണ് ഓണം. ഈ ചിങ്ങം 1-ന് സ്കൂൾ ഓഫ് ആർട്സിൻ്റെ സന്തതികൾ നിർമ്മിച്ച ഒരു സംഗീത ആൽബം കണ്ട് വളരെ മനോഹരമായി തോന്നി. നല്ല ഒരു സംരംഭമായി എനിക്കിത് തോന്നാൻ ഒന്നാമത്തെ കാരണം, ആദ്യമായാണ് സ്കൂൾ ഓഫ് ആർട്സിൻ്റെ സന്തതികൾ എന്നുള്ള നിലയിൽ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പേരിൽ ഇങ്ങനെയൊരു സംഗീത ആൽബം ഇവർ ഒരുക്കിയത്. സൗഹൃദങ്ങളുടെ കൂടിച്ചേരലുകൾ വളരെ മനോഹരമായി പകർത്തിയ ഈ മ്യൂസിക് ആൽബത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഷിനോജ് സൈൻ, രാജീവ് അഴിയൂർ, മുസ്തഫ വടകര, വിജല ദിനേഷ്, വിജേഷ് ചമ്പാട്, ഷീബ, സരസ്വതി എന്നിവരാണ്. എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ചത് ഷിനോജ് സൈനാണ്. സുനിൽ എളേരിയാണ് ഗാനരചന. മ്യൂസിക്കും ആലാപനവും AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നിർവഹിച്ചത്. തിരുവോണപ്പുലരിയിൽ തിരുമുറ്റത്തെത്തിയ മലയാള മനസ്സുകളെ, മലയാള മനസ്സുകളെ, ഓർമ്മകൾ പൂക്കുന്ന കാലമല്ലേ, നമ്മളോണമായി ഇങ്ങനെ ആഘോഷിക്കൂ, നമ്മളോണമായി ഇങ്ങനെ ആഘോഷിക്കൂ.
തിരുവോണപ്പുലരിയിൽ തിരുമുറ്റത്തെത്തിയ മലയാള മനസ്സുകളെ രാജീവ് വഴിയൂരാണ് ക്രിയേറ്റീവ് ഡയറക്ടർ. ക്യാമറ കൈകാര്യം ചെയ്തത് സുമേഷ് കിളിയന്തറ, രാജീവ് ബിബിൻ എന്നിവരാണ്. രാജീവ് വഴിയൂർ, ഷീബ മനോജ്, വിജല ദിനേഷ്, വിജേഷ് ചമ്പാട്, മുസ്തഫ, സാജു തോലമ്പ്ര, ഷീബ, റീന രാഗേഷ്, ഷിനോജ് തുണ്ടിയിൽ, ഗിരിസുധൻ, ഷിനോജ് സൈൻ, സരസ്വതി, സുനിൽ, വിനു മാഹി എന്നിവരാണ് അഭിനേതാക്കൾ. KSSPA ചൊക്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. വിവിധ പരിപാടികളും നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചൊക്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ഇതിൽ അംഗത്വം എടുക്കണമെന്നുള്ള യാതൊരു നിർബന്ധമില്ല. പക്ഷേ നമ്മുടെ സംഘടനയുടെ അംഗങ്ങളായിരിക്കണം, അത് നിർബന്ധമാണ്. സംഘടനയിലുള്ള അംഗങ്ങൾക്ക് ആണ് നമ്മുടെ ധനസഹായം നൽകുന്നത്. ഇതിൽ മെമ്പർ ആകണമെന്നില്ല, നമ്മുടെ ക്ഷേമനിധിയിൽ അംഗമാകണമെന്നില്ല. അവരുടെ ആ അംഗമാകുന്നവർ ഇതിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഞാനൊരു തുക നിക്ഷേപിക്കാം എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആ നിക്ഷേപമാണ്. അതിൻ്റെ പലിശ ഉപയോഗിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ 250 പേർക്ക് 22,50,000 രൂപ 2015 മുതൽ തുടങ്ങിയ പ്രസ്ഥാനമാണ്. നല്ല രീതിയിൽ 1/2 കോടി കഴിഞ്ഞ് ഇന്നിപ്പോൾ കല്യാശ്ശേരിയും തലശ്ശേരിയും ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയപ്പോഴാണ് 5 ലക്ഷത്തോളം രൂപയുടെ വർധന. ഇപ്പം 55 ലക്ഷത്തിൽ ലഘുവായി നമ്മുടെ ഡെപ്പോസിറ്റ്. അതിൽ സഹകരിച്ച ചൊക്ലി മണ്ഡലത്തിലെ നല്ല മനസ്സിൽ ആയി സഹകരിച്ച ചൊക്ലി മണ്ഡലത്തിലെ ആ നിക്ഷേപകർക്ക് അവർക്ക് സർട്ടിഫിക്കറ്റ് ഇവിടെ KK നാരായണ മാഷ് വിതരണം ചെയ്യും. അവർക്ക് സംസ്ഥാന കമ്മിറ്റിയുടെയും ഈ ക്ഷേമനിധി ചെയർമാൻ എന്ന നിലയിലും ഞാൻ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പാൾ M ഹരീന്ദ്ര മാസ്റ്റർ ആദര സമർപ്പണം നടത്തി. പ്രസിഡന്റ് KM പവിത്രൻ അധ്യക്ഷനായി. N ജയപ്രസാദ്, PK രാജേന്ദ്രൻ, PV ബാലകൃഷ്ണൻ, KK നാരായണൻ, TK സുരേന്ദ്രൻ, P സതി, പവിത്രൻ കുലോത്ത്, P ജയതിലകൻ, സുവർണ എന്നിവർ സംസാരിച്ചു. പന്ന്യന്നൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 11ാം വാർഷികവും സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭ വൈസ് ചെയർമാൻ TM ബാബുരാജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് ഓഫീസർ സമീർ ധർമ്മടം ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. അച്ഛനും അമ്മയും മാതൃകളാകണം. മക്കൾക്ക് വേണ്ട പരിഗണനയും കരുതലും സ്നേഹമൊക്കെ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം അപകടകരമായി കൃത്രിമമായി കൊടുക്കാൻ സൊസൈറ്റിയിൽ ഒരുപാട് പേരുണ്ടാവും. അത്തരം കൃത്രിമമായ പരിഗണനയിലേക്കോ സ്നേഹത്തിലേക്കോ നമ്മൾ മക്കൾ വീണു പോവാതിരിക്കാൻ നവീകരിച്ച രക്ഷിതാവാകണം. ഇന്നിന്റെ കാലഘട്ടത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രക്ഷിതാവാകണം. ഇന്ന് ഓരോ ദിവസം കാണുന്ന വാർത്തകൾ എന്റെ വീട്ടിലില്ല എന്നത് മാറി നിൽക്കാതെ എന്റെ സൊസൈറ്റിയിലാണിത്, ഞാൻ ഉൾപ്പെടുന്നതാണ് ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം വിഷയങ്ങൾ എന്റെ വീട്ടിലെത്തപ്പെടാതിരിക്കാൻ, എന്റെ വീട്ടിൽ പോലീസ് കൊണ്ട് എന്റെ മകനെ അന്വേഷിക്കുന്ന ഒരു സ്ഥിതിയില്ലാതിരിക്കാൻ, എന്റെ വീട്ടിൽ എക്സൈസ് വണ്ടി നിർത്തിയിട്ട് മകനെയും മകളെയും അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ നവീകരിച്ച രക്ഷിതാവായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തെ അടയാളപ്പെടുത്താൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർക്ക് സാധിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ പേരോട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. തണൽ ചെയർമാൻ K സദാശിവൻ അധ്യക്ഷത വഹിച്ചു. ദിനേശൻ പച്ചോൾ, ചന്ദ്രോത്ത് യൂസഫ് ഹാജി, VP മോഹനൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി.
അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോത്ത് സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയ കോഴിക്കോട്, പള്ളൂർ കോയ്യോട്ട് തെരു ശ്രീ വിനായക കലാക്ഷേത്രയും സംയുക്തമായി സൗജന്യ നേത്ര തിമിരരോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തി. കോഴിക്കോട്ടെ ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയം, പള്ളൂർ കോയ്യോട്ട് തെരു ശ്രീ വിനായക കലാക്ഷേത്രയും സംയുക്തമായാണ് സൗജന്യ നേത്ര തിമിരരോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്.
പള്ളൂർ ആലി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാഹി MLA അഡ്വക്കേറ്റ് ടി അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ടെസ്റ്റുകൾ നടത്തിയിട്ട് നിങ്ങളിത് ഫൈനൽ സ്റ്റേജിലായി പോയി. കുറച്ചുകൂടെ 1 വർഷം മുന്നേ അല്ലെങ്കിൽ 2 വർഷം മുന്നേ നിങ്ങളിതിന് ചികിത്സ തേടേണ്ടതായിരുന്നു എന്ന് പറയും. പലപ്പോഴും നമുക്ക് രോഗമുണ്ട് എന്നറിയാനുള്ള ഒരു ബേജാറാണ്. പലരും ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ കണ്ണിന് മാത്രമല്ല പല ക്യാമ്പുകളിലും ആളുകൾ വരാൻ മടിക്കുക. ഞാൻ രോഗിയായി പോകുമോ എന്നുള്ള പേടിയുണ്ട്. ഇവരെ ഡോക്ടർമാരുടെ കണ്ണിൻ്റെ നേത്ര പരിശോധന ക്യാമ്പുകൾ. ചാലക്കര പുരുഷു അധ്യക്ഷനായി. നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ചന്ദ്രകാന്ത് വിശിഷ്ടാതിഥിയായി. കെ തമ്പാൻ മാസ്റ്റർ, ആനന്ദ്കുമാർ പറമ്പത്ത്, പി രതീഷ് കുമാർ, എം പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. സുനിൽകുമാർ മൂന്നങ്ങാടി, ബേബി മനോജ്, ജസ്ന, നിഖില, ദാസൻ കാണി എന്നിവർ നേതൃത്വം നൽകി. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൊളവല്ലൂർ UP സ്കൂളിൽ നടന്ന കർഷക ദിനാഘോഷം വേറിട്ടതായി. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമി കർഷകരി എന്ന ചരിത്രത്തിന്റെ ഭാഗം നോക്കുമ്പോൾ ഭൂപരിഷ്കരണ സമരവുമായി ബന്ധപ്പെട്ട് കുറേയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അന്നത്തെ തൊഴിലാളി കാർഷിക മേഖലയിലെ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് അന്നത്തെ സവർണ മേധാവിത്വത്തിനെത്തും ജന്മിമാരുടെ നിന്നുള്ള കൈവരിച്ചൊരു നേട്ടമാണ് ഭൂപരിഷ്കരണം. അതിന്റെ ഭാഗമായി കാർഷിക ഭൂമിയിലേക്ക് വിളവെടുത്തുകൊണ്ട് പൊന്നുവിളിയിക്കുന്ന കാർഷിക മേഖലയായി കേരള സംസ്ഥാനത്തെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് കുറേയധികം പ്രതിബന്ധങ്ങളുള്ള ഒരു മേഖലയെ കാർഷിക മേഖല മുമ്പോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറകളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിലേക്ക് ഒരു തൊഴിലായോ അതിലേക്ക് കടന്നു വരാൻ ഒരു ശ്രമം നടത്താതെ മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ വിദ്യാഭ്യാസ വകുപ്പും മാറിക്കൊണ്ട് തങ്ങളുടെ പഠനത്തിൽ പോലും കൃഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃഷി രീതി നടപ്പിലാക്കുന്ന രീതിയെക്കുറിച്ച് പുതിയ രീതികളെക്കുറിച്ച് വിദ്യാർത്ഥികളെയും യുവതലമുറകളെയും എത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് കർഷകരായ ചന്ദ്രൻ ആലുള്ളപറമ്പത്ത്, PP മധു, V ഹേമജ, ഖദീജ തെക്കയിൽ, റിഷാൻ പാലത്തായി, കൗസു കല്ലായിൻ്റെവിട, ഭാസ്കരൻ നടുവാളിൽ എന്നിവരെ പൊന്നാടയണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും MLA ആദരിച്ചു. എല്ലാ വർഷവും കാർഷിക അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഖദീജ മെമ്പറുടെ പേര് ഒരു കർഷകരെയാണ് കൗസു കല്ലായിൻ്റെവിട ചെയ്യുന്നതോടൊപ്പം കർഷകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്രദ്ധേയനായ കർഷക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ CV ആനന്ദ് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് KP രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ബിജിഷ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KP സമീറ, PK മുഹമ്മദ് അലി, AP ലിബിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ M ഉഷ, PO റജൂല, മെമ്പർമാരായ TV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, T സുജില, സനിഷ പുല്ലാപ്പള്ളി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K അശോകൻ, GP അബൂബക്കർ, NK അനിൽകുമാർ, KP റിനിൽ, KP കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് K വിജീഷ് നന്ദി പറഞ്ഞു. തലശ്ശേരി നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം ആഘോഷിച്ചു. കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. കൃഷിയെ സ്നേഹിച്ച് കൃഷിയെ ലാഭകരമാക്കി മാറ്റാൻ സാധിക്കുന്ന, കൃഷി കൊണ്ട് ജീവിക്കുന്ന, കൃഷിയെ സംസ്കാരമാക്കി കൃഷിയെ സ്നേഹിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട് എന്നുള്ളതും കാണാൻ വേണ്ടി സാധിക്കും.
നമുക്ക് തീർച്ചയായിട്ടും ഈ ചിങ്ങമാസത്തിന്റെ ഓണത്തെ വരവേൽക്കുന്ന ഈ മാസം നഗരസഭയിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. കൃഷി ഫീൽഡ് ഓഫീസർ EP ജീവാനന്ദ് സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ V സതി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K അഷ്റഫ്, AV സ്മിത, COT ഷബീർ, ഭാരതി ടീച്ചർ, ഹെൻറി മാസ്റ്റർ, കൗൺസിലർമാരായ K വിജില, VM സുകുമാരൻ, V ഷിബിത, ബേബി സുജാത, A ഷർമിള, ജിഷ കളത്തിൽ, TV റാഷിദ ടീച്ചർ, PP അജിത്ത്, റഹീം മണികണ്ഠത്ത്, സീനത്ത് അബ്ദുൽ സലാം, തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P ഹരീന്ദ്രൻ, N ബിജു, K വിനയരാജ്, CPN നൌഫൽ, C സോമൻ, ജുബീഷ് ചൊവ്വ എന്നിവർ സംസാരിച്ചു. ചെമ്പാട് അരിയാക്കുൽ മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന KP ആർ സുരേന്ദ്രന്റെ 9ാം ചരമവാർഷികം ആചരിച്ചു. അരിയാക്കുലിൽ വീട്ടുവളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ മുൻ മന്ത്രി KP മോഹനന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ KP ആർ സുരേന്ദ്രൻ നൽകിയ സംഭാവനകൾ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ചടങ്ങ്. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സാമൂഹിക ഇടപെടലുകൾക്കും നേതൃത്വം നൽകിയ സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ഇന്നും നാട്ടുകാർക്ക് പ്രചോദനമാണെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ മുൻ മന്ത്രി KP മോഹനൻ പറഞ്ഞു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശത്തുകാർക്കും രാഷ്ട്രീയപരമായി ഞങ്ങൾക്ക് ഒരു ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു. എല്ലാ രംഗത്തും വളരെയധികം ശബ്ദത്തോടുകൂടി സംസാരിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും നിലവിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഈ പ്രദേശത്തുകാർക്കും പനിന്നൂർ രാമചന്ദ്രൻ, രാജേന്ദ്രൻ തായാട്ട്, KK ജയപ്രകാശ്, TV പ്രകാശ് ബാബു, VP മനോഹരൻ, ഷാജി സ്പാനൂർ, K മോഹനൻ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പാനൂരിൽ NA കരീം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഏർലി ഇന്റർവെൻഷണൽ സെന്റർ ആരംഭിക്കും. ഇതിനായുള്ള പ്രഥമ യോഗം പാനൂരിൽ നടന്നു. പാനൂർ കോഓപ്പറേറ്റീവ് ആശുപത്രി അങ്കണത്തിലാണ് ആലോചനാ യോഗം ചേർന്നത്. ഭിന്നശേഷിക്കാർക്ക് താങ്ങാവുക എന്നതാണ് ഏർലി ഇന്റർവെൻഷൻ സെന്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. യോഗത്തിൽ R അബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അന്ന് നമ്മൾ കണ്ടത് ഒരു ഹോസ്പിറ്റൽ സംവിധാനം നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ സമൂഹത്തിന് ഒരു പൊതുവിലുള്ള ഇല്ല എന്നല്ല. A മുനീർ പദ്ധതി വിശദീകരിച്ചു. നമുക്ക് സ്ലോട്ട്സ് ഒന്നും കൊടുക്കാനില്ല. സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു, എക്സ്ട്രാ സ്ലോട്ട്സ് ഇട്ടു. ആ കുട്ടികൾക്ക് ഉടനെ തെറാപ്പി ആരംഭിച്ചു. അൽഹംദുലില്ലാഹ് 2 കുട്ടികൾ ഡിസ്ചാർജ് ആയി പോയി. ഒരു കുട്ടി നടന്നു തുടങ്ങിയിട്ടുണ്ട്. വെരി സൂൺ, വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടി ഡിസ്ചാർജ് ആവും. ഇത്തരം സെന്റർ ഇല്ലായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ, ഏർലി ഇന്റർവെൻഷൻ സെന്റർ പോലെ തലശ്ശേരിയിൽ ഇങ്ങനെ ഒരു സെന്റർ ഇല്ലാണ്ട് ആലോചിച്ച് നോക്കിയാൽ, സാമ്പത്തികമായി പേയ്മെന്റ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ 3 കുട്ടികൾ കൊടുക്കണമെങ്കിൽ താങ്ങൂല. സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. മാഷസുലെ പാനൂരിൽ നമുക്കൊരു S അക്കാഡമി ഉണ്ട് എടുത്ത് കാണിക്കാൻ. പക്ഷെ അതൊരു സ്കൂളിംഗ് ആണ്, ഒരു തെറാപ്പി സെന്റർ അല്ല, ഒരു സ്കൂളിംഗ് ആണ്. അവിടെ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ തെറാപ്പിയുണ്ട്, ഫിസിയോതെറാപ്പിയിൽ അവർ കൊടുക്കുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുമുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവത്തക്കതുള്ളതല്ല. നമുക്ക് എക്സ്ക്ലൂസീവ്ലി ഒരു ഏർലി ഇന്റർവെൻഷൻ സെന്റർ, നേരത്തെ ഇടപെടാൻ പാകത്തിലുള്ള ഒരു സ്ഥാപനം വളരെ അനിവാര്യമാണ് നമുക്ക്. മുഹമ്മദ് കോട്ടൂർ, നൌഷാദ് അണിയാരം, EA നാസർ, റംല ടീച്ചർ, TK ഹമീദ്, ഷാഹുൽ ഹമീദ്, AV കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു. PPA ഹമീദ് സ്വാഗതവും VV അഷ്റഫ് നന്ദിയും പറഞ്ഞു. അഖിലേന്ത്യാ കിസാൻ സഭ മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പാറപ്പുറം വിവേകാനന്ദ വായനശാലയിൽ വെച്ച് നടന്നു. കിസാൻ സഭ വനിതാ കർഷക സമിതി സംസ്ഥാന സെക്രട്ടറി ദീപ S മുതിർന്ന കർഷകനായ കുനുവോത്ത് മുകുന്ദന് മെമ്പർഷിപ്പ് നൽകി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ മെമ്പർഷിപ്പ് വിതരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പാറപ്പുറം വിവേകാനന്ദ വായനശാലയിൽ നടന്നു. കിസാൻ സഭ വനിതാ കർഷക സമിതി സംസ്ഥാന സെക്രട്ടറി ദീപ S മുതിർന്ന കർഷകനായ കുനുവോത്ത് മുകുന്ദന് മെമ്പർഷിപ്പ് നൽകി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭയുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടം.
കൃത്യമായിട്ട് പറഞ്ഞ 1920 കാലം തൊട്ട് 40 കാലഘട്ടത്തിലാണ് കർഷക പ്രസ്ഥാനങ്ങളുടെ ഒരു ഉദയം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. ആ ഉദയത്തെ ഏറ്റവും ശക്തമായ സൂര്യനെ പോലെ ഉദിച്ചുയർന്നു വന്ന പ്രസ്ഥാനമായിരുന്നു അഖിലേന്ത്യാ കിസാൻ സഭ എന്നുള്ളത്. ലക്നൌവിൽ വെച്ച് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 36 കാലഘട്ടത്തിൽ കൃത്യമായിട്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങോട്ട് തുടർന്നു കൊണ്ടുവന്നു. കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് പി പ്രഭാകരൻ മാസ്റ്റർ അധ്യക്ഷനായി. പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകൻ MK മനോജ് കുമാറിനെ CP ഷൈജൻ ചടങ്ങിൽ ആദരിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A പ്രദീപൻ, അച്യുതമേനോൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് MS നിഷാദ്, കട്ടേരി രമേശൻ, AP മോഹനൻ, M മഹേഷ് കുമാർ, NV രമേശൻ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് മാഹിയിൽ വീട്ടുപകരണങ്ങൾ ഏതെടുത്താലും 189 രൂപയ്ക്ക്. മാഹിപ്പള്ളിക്ക് മുൻവശം ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ. കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും കൂടാതെ ലേഡീസ് ഹാൻഡ് ബാഗ്, കോളേജ് ബാഗ്, ലഗേജ് ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ, അലൂമിനിയം, ഇൻറ്റാലിയം പാത്രങ്ങൾ, ക്ലോക്കുകൾ, ചപ്പലുകൾ തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് മാഹിപ്പള്ളിക്ക് മുൻവശം ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യൻ കരസേനയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗമായ കോർ ഓഫ് സിഗ്നൽസിൽ നിന്നും വിരമിച്ച വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ തലശ്ശേരി സിഗ്നലേഴ്സ് കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. തലശ്ശേരി സംഗമം ഓഡിറ്റോറിയത്തിലാണ് കുടുംബസംഗമം നടന്നത്. മേജർ മുഹമ്മദ് ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. KS ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു.
ഓണാഘോഷ കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികളായ 10 പേർക്ക് സമ്മാനങ്ങൾ നൽകി. പ്രമോദ് മേലൂർ നയിച്ച കരോക്കെ ഗാനമേളയിൽ ആരാധ്യ, രജനി, വിനോദ്, വിപിൻ, സന്ധ്യ, മുജീബ്, ആദ്യശ്രീ, ആരുഷ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. And we must keep our roads clean by planting trees, saving water, and not throwing waste on ഓണം പൂവേ 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 ഓവൻ പൂവേ 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 നീ തേടും മനോഹര തീരം മണപ്പുറത്തിങ്ങൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി മാനത്തെ കായൽ മണപ്പുറത്തിങ്ങൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി. ജയരാജൻ, ശശിധരൻ, പ്രദീപ് കുമാർ എന്നിവർ പൂക്കളമൊരുക്കി. ഓണസദ്യയോടെയാണ് ഓണാഘോഷം സമാപിച്ചത്. ചെറുവാഞ്ചേരി ചീരാറ്റ പാട്യം ഗോപാലൻ വായനശാല ആൻഡ് ഗ്രന്ഥാലയവും ചെണ്ടയാട് മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റും സംയുക്തമായി മാധ്യമപ്രവർത്തകനായ ശശീന്ദ്രൻ പാട്യം രചിച്ച വാഗ്ബടാനന്ദ ഗുരുദേവനും ആത്മവിദ്യാ സംഘവും എന്ന പുസ്തകത്തെ ആസ്പദമാക്കി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവാഞ്ചേരി ചീരാറ്റ പാട്യം ഗോപാലൻ വായനശാല ആൻഡ് ഗ്രന്ഥാലയവും ചെണ്ടയാട് മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റും സംയുക്തമായാണ് ശശീന്ദ്രൻ പാട്യം രചിച്ച വാഗ്ബടാനന്ദ ഗുരുദേവനും ആത്മവിദ്യാ സംഘവും എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ചർച്ച നടത്തിയത്. പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ പുസ്തകാവതരണം നടത്തി. ശ്രീനാരായണ ഗുരു കേട്ടിട്ടുണ്ടല്ലോ. ശ്രീനാരായണ ഗുരുവിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രമുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണെന്ന് എനിക്ക് തോന്നുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ മഹാന്മാരെ വലിയ ആളുകൾ, സാരമാഷപ്പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. അതിലും വലിയ മഹാന്മാരായ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അത്തരത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം അടക്കം ലോകത്ത് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം, അതുപോലെ വലിയ മനുഷ്യരുടെ ജീവചരിത്രങ്ങൾ ഒരു പ്രവണത വന്നിട്ടുണ്ട്. വലിയ മനുഷ്യരെന്ന് വിചാരിക്കുന്നവരുടെ മാത്രം ജീവചരിത്രമല്ല ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പം പുതിയ പുസ്തകങ്ങൾ ഒരുപാട് കിട്ടുന്നത് അല്ലേ. കമ്പിളിക്കണ്ടത്തെ കൽപ്പരണികൾ എന്നൊരു ഇപ്പോൾ വെക്കുന്നുണ്ട്. അതൊരു സാധാരണ മനുഷ്യന്റെ ജീവചരിത്രമാണ്. അത് അദ്ദേഹത്തെ കുറിച്ച് തന്നെ ആത്മകഥയാണ്. അദ്ദേഹത്തെ കുറിച്ച് തന്നെ എഴുതുന്നതാണ്. ഇങ്ങനെ സാധാരണ മനുഷ്യരെ കുറിച്ച് നമുക്കൊരു ജീവിതമുണ്ടല്ലോ. നമ്മൾ സാധാരണ മനുഷ്യരായ നമുക്കൊരു ജീവിതമുണ്ട്. വളരെ വ്യത്യസ്തമായിരിക്കും. എൻ്റെ ജീവിതമല്ല നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവിതമല്ല ശ്രീന ടീച്ചറുടെ ജീവിതം, അതല്ല ശശീന്ദ്ര ഭാഷ ജീവിതം. വളരെ വലിയ വൈവിധ്യങ്ങൾ ഉണ്ടാവും അതിന്. പാട്യം ഗോപാലൻ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സെക്രട്ടറി P വിനോദൻ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ K ഷീന സ്വാഗതം പറഞ്ഞു.
എഴുത്തുകാരൻ ശശീന്ദ്രൻ പാട്യം, സുന്ദരേശൻ തളത്തിൽ, സുഹൈല എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് NSS വളണ്ടിയർമാർ ശേഖരിച്ച പുസ്തകങ്ങൾ വായനശാലയ്ക്ക് കൈമാറി. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയം പുസ്തക പൂക്കാലത്തിന്റെ ഭാഗമായി ബാബു എബ്രഹാമിന്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്തു. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ബാബു എബ്രഹാമിന്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിന്റെ ചർച്ച നടന്നു. TK ബിന്ദു വിഷയാവതരണം നടത്തി. പറഞ്ഞ് നന്ദി കൊണ്ടിരുന്ന മകനെ വിടുകയും അവൻ അപ്പോഴാലോചിക്കുന്നത് ആ കിട്ടുന്ന പൈസ കൊണ്ട് അമ്മയെ ചികിത്സിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അതല്ലേ നല്ലത് എന്നാലോചിച്ച് അവൻ പോവുകയും ഇന്ന് അറിയപ്പെടുന്ന ആളായി മാറുകയും ചെയ്ത ബാബു എബ്രഹാം അവൻ്റെ കാഴ്ചപ്പാടിലൂടെ അവൻ്റെ അമ്മയെ വരച്ചു വെച്ച ചിത്രമാണ്, അവൻ്റെ ജീവിതത്തെ വരച്ചു വെച്ച ബുക്കാണ് ഈ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. ഈ 4 മക്കളും വക്ക് പൊട്ടിയ കൽഭരണിയിൽ വെള്ളം നിറച്ചതിനെ മിനുക്കി മക്കളെ വളർത്തിയ ഒരമ്മയുടെ കഥയാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. K. അച്യുതൻ, ജയറാം, TK ഗീത, പുനത്തിൽ ഉഷ, ശിവപ്രസാദ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഷാജു മാസ്റ്റർ മോഡറേറ്ററായി. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതവും CM ശോഭ നന്ദിയും പറഞ്ഞു. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ഷബീർ കരിമ്പാനത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിൽ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ഷബീർ കരിമ്പാനത്തിൽ ഉദ്ഘാടനം ചെയ്തു. TK ഷാജു മാസ്റ്റർ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ, ബാലവേദി കോർഡിനേറ്റർ അനന്ത ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊലപാതകവും വധശ്രമവും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായി 22 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളിയെ കണ്ണൂർ സിറ്റി പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടി. അറസ്റ്റിലായത് കണ്ണൂർ താവക്കര വലിയ വളപ്പ് കാവിനടുത്ത് രാകേഷ്. ഗോഡൌണിൽ മാസങ്ങളായി കെട്ടിക്കിടക്കുന്ന അരി വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മാഹി സിവിൽ സപ്ലൈസ് സൂപ്രണ്ടിനെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. ഉപരോധം മാഹി മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കല്ലിക്കണ്ടി NAM കോളേജിൽ MSF പ്രവർത്തകർ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ മാനേജ്മെന്റ് കർശന നടപടിക്ക്. വിദ്യാർത്ഥികൾക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും. കേന്ദ്ര ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. ചിറത്തക്കാവ്, പൊന്നിത്തങ്കം കളരി കേന്ദ്രം, നെടുമ്പ്രം മുത്തപ്പൻ ക്ഷേത്രം, തെയ്യം അക്കാദമി എന്നീ സ്ഥലങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.